ഡെറിവേറ്റീവ്സ് ആൻഡ് റിസ്ക് മാനേജ്മെന്റ് ക്വസ്റ്റ്യൻ ബാങ്ക് തയ്യാറാക്കി വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് ഗ്രാജുവേഷൻ ചെയ്ത് എം.കോം പരീക്ഷ, MBA പരീക്ഷ മുതലായവയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും, അണ്ടർ ഗ്രാജുവേറ്റ്സിന് ഇത് ഇലക്റ്റീവ് സബ്ജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അവർക്കും, MPhil അതുപോലെ PhD ഒക്കെ ചെയ്യുന്നവർക്ക് ഈ പേപ്പർ ഉണ്ടെങ്കിൽ അവർക്കും വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ബാങ്ക് തയ്യാറാക്കിയിട്ടുള്ളത്. ഡെറിവേറ്റീവ്സ് ആൻഡ് റിസ്ക് മാനേജ്മെന്റ് MG യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ടുള്ള സിലബസിനെ ആധാരമാക്കി സ്പെസിഫിക് ആയിട്ട് തയ്യാറാക്കിയതാണ്. നമുക്ക് പാർട്ട് എയിലെ ക്വസ്റ്റ്യൻസും ഷോർട്ട് എസ്സേസും ലോങ് എസ്സേസും അടങ്ങുന്നതാണ് ഈ ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ ഉള്ളടക്കം എന്ന് പറയാം. പാർട്ട് എ ക്വസ്റ്റ്യൻസ് നമുക്ക് പരിശോധിക്കാം. 1. ഡിഫൈൻ ഡെറിവേറ്റീവ്സ്. 2. വാട്ട് ഈസ് ടൈം വാല്യൂ ഓഫ് മണി. 3. വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ ഡിസ്കൗണ്ടിങ് ടെക്നിക്. 4. വാട്ട് ഈസ് കോമ്പൗണ്ടിങ് ടെക്നിക്. 5. വാട്ട് ഈസ് കമ്മോഡിറ്റി മാർക്കറ്റ്. 6. ഡിഫൈൻ മാർക്കറ്റ് റിസ്ക്. 7. വാട്ട് ഈസ് വാല്യൂ അറ്റ് റിസ്ക്. 8. വാട്ട് ആർ ഫോർവേഡ്സ്. 9. ഡിഫൈൻ ഫ്യൂച്ചർ കോൺട്രാക്ട്സ്. 10ാമത്തെ ചോദ്യം വാട്ട് ഈസ് എക്സ്ചേഞ്ച് റേറ്റ് quotation. 11. ഡിഫൈൻ സ്പെക്കുലേഷൻ. 12. വാട്ട് ആർ ബിഡ് ആൻഡ് ഓഫർ റേറ്റ്സ്. 13. വാട്ട് ഈസ് ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക്. 14. വാട്ട് ആർ ആർബിട്രാജ് ഓപ്ഷൻസ് ഇൻ ഫോർവേഡ് ഡീൽസ്. 15. ഡിഫൈൻ കറൻസി ഫോർവേഡ്സ്. 16. വാട്ട് ആർ സ്പോട്ട് റേറ്റ്സ്. ഇതിനോടൊപ്പം തന്നെ സ്ട്രൈക്ക് റേറ്റ്സും നിങ്ങൾ ഒരു ചോദ്യ രൂപേണ മനസ്സിലാക്കി വെക്കുക. 17. ഡിഫൈൻ ഹെഡ്ജിങ്. 18. വാട്ട് ആർ ലോങ് ആൻഡ് ഷോർട്ട് പൊസിഷൻസ്. 19. ഡിഫൈൻ എക്സ്പെക്ടേഷൻ മോഡൽ ഇൻ പ്രൈസിംഗ് ഡെറിവേറ്റീവ്സ്. 20. വാട്ട് ഈസ് നോർമൽ ബാക്ക്വേർഡേഷൻ മോഡൽ. 21 മുതൽ 40 വരെയുള്ള ചോദ്യങ്ങൾ പാർട്ട് എയിലെ തന്നെ നമുക്ക് അടുത്തത് നോക്കാം. ഡിഫൈൻ സ്ട്രൈക്ക് റേറ്റ്. വാട്ട് ആർ കറൻസി ഫ്യൂച്ചേഴ്സ്. ഡിഫൈൻ ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ്. What is clearing and settlement? What are index futures? What are options versus swaptions? Swaptions ഒരു ഹൈബ്രിഡ് രീതിയാണ് സ്വാപ്സിൻ്റെയും ഓപ്ഷൻസിൻ്റെയും. 27. ഡിഫൈൻ ഇൻട്രിൻസിക് വാല്യൂ. അതിനുശേഷം വാട്ട് ഇസ് സ്ട്രാഡൽ. 29. ഡിഫൈൻ ദ ടേം ബട്ടർഫ്ലൈ ഇൻ ഓപ്ഷൻ ട്രേഡിംഗ്. 30. വാട്ട് ആർ സ്ട്രാപ്സ് വേഴ്സസ് സ്ട്രിപ്സ്. 31. ഡിഫൈൻ ബൈനോമിയൽ മോഡൽ. അതിനുശേഷം വാട്ട് ഈസ് ദി പുട്ട് കോൾ പാരിറ്റി തിയറി. 33. വാട്ട് ഈസ് ദ ബ്ലാക്ക്-സ്കോൾസ് മോഡൽ. 34. വാട്ട് ആർ യൂറോപ്യൻ ആൻഡ് അമേരിക്കൻ ഓപ്ഷൻസ്. 35. വാട്ട് ആർ കറൻസി സ്വാപ്സ്. 36. ഡിഫൈൻ ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്സ്. 37. ഡിഫൈൻ വാറണ്ട്സ്. 38. വാട്ട് ആർ or what is counterparty risk or risks. 39. who all are participants in the derivative market. 40. what is the cash and carry arbitrage method. പാർട്ട് എ ക്വസ്റ്റ്യൻസ് തുടരുകയാണ്. 41 മുതൽ 60 വരെ. ഇതോടുകൂടി പാർട്ട് എ ക്വസ്റ്റ്യൻസ് അവസാനിക്കുകയാണ്. 41ാമത്തെ ചോദ്യം ഡിഫൈൻ മാർജിൻ ട്രേഡേഴ്സ്. 42. വാട്ട് ആർ IOSCO പ്രിൻസിപ്പിൾസ്. ചില പുസ്തകത്തിൽ ഇതിൻ്റെ എക്സ്പാൻഷൻ കൊടുത്തിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ യു ക്യാൻ ഗൂഗിൾ അപ്പ് ആൻഡ് ഫൈൻഡ് ഔട്ട്. 43. ഹൗ ഡു യു ഡിറ്റർമിൻ ഫ്യൂച്ചർ വാല്യൂ ഓഫ് അന്നുവിറ്റി. 44. വാട്ട് ഇസ് അന്നുവിറ്റി വേഴ്സസ് പെർപെച്വിറ്റി. 45. വാട്ട് ഇസ് ബേസിസ്. ആഫ്റ്റർ ദാറ്റ് സോവറിൻ റിസ്ക്. നെക്സ്റ്റ് കംസ് the difference between parametric and non-parametric approach. 48 is about Monte Carlo simulation. 49 about the standard financial theory. 50ാമത്തെ ചോദ്യം systematic versus non-systematic risk. MG യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള സെമസ്റ്ററിൽ നിങ്ങൾ SAPM സെക്യൂരിറ്റി അനാലിസിസ് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ സിസ്റ്റമാറ്റിക് റിസ്ക് ഡീൽ ചെയ്തവരാണ്. 51. വാട്ട് ഇസ് ലോക്കസ് ഓഫ് കൺട്രോൾ. 52. വാട്ട് ഇസ് ഫുൾ ക്യാരി മാർക്കറ്റ്. 53. വാട്ട് ഇസ് കവേർഡ് ആർബിട്രാജ്. 54. വാട്ട് ഇസ് കോസ്റ്റ് ഓഫ് ക്യാരി. 55. ഡിഫൈൻ മാർക്ക് ടു മാർക്കറ്റ് സെറ്റിൽമെന്റ്, ഓൾസോ ടു ബി റെഡ് ആസ് മാർക്ഡ് with an ED.
suffixing the word mark, marked to market settlement. 56, what is exchange traded contracts. 57, what are put and call options. 58, who's a rider in an option contract. 59, മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇൻ ദ മണി ഓപ്ഷൻ, അറ്റ് ദ മണി ഓപ്ഷൻ, ഔട്ട് ഓഫ് ദ മണി ഓപ്ഷൻ. ഈ മൂന്നും എന്തിനെ സൂചിപ്പിക്കുന്നു? 60, and the final question, that's a part of part A. What is a married put versus long strangle? പാർട്ട് ബി ആൻഡ് സി ക്വസ്റ്റ്യൻസ് ഞാൻ ഒരുമിച്ച് തരികയാണ്. പാർട്ട് ബി, പാർട്ട് സി ക്വസ്റ്റ്യൻസ് ചേർത്ത് ആകെ മൊത്തം 33 ചോദ്യങ്ങളാണ് ഉള്ളത്. ഈ ചോദ്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ 75% ഞാൻ മാർക്ക് നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യുകയാണ്. എസ്പെഷ്യലി MG യൂണിവേഴ്സിറ്റി സിലബസ് ഫോളോ ചെയ്യുന്നവർക്ക്. ഇത് നോൺ എക്സോസ്റ്റീവ് ആണ്. അപ്പോൾ അവസാന നിമിഷം പുസ്തകം മറിച്ച് നോക്കുന്നവർക്ക് ഉറപ്പായിട്ടും നല്ല മാർക്ക് കരസ്ഥമാക്കാൻ ഈ ചോദ്യങ്ങൾ പഠിച്ചാൽ തീർച്ചയായിട്ടും സഹായകമാകും. ഇതിൽ കൊടുത്തേക്കുന്ന കളർ കോഡ്സ് ഓരോ ചാപ്റ്റേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഉദാഹരണത്തിന് പാർട്ട് ബി ആൻഡ് സിയിലെ ഷോർട്ട് ആൻഡ് ലോങ് എസ്സേയില് 1 മുതൽ 5 വരെയുള്ള ഗ്രീൻ ഫോൺ കളറിൽ കൊടുത്തേക്കുന്ന ചോദ്യങ്ങൾ ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ ടു ഡെറിവേറ്റീവ്സിനെ ആസ്പദമാക്കിയുള്ള ചോദ്യങ്ങളാണ്. അതിനുശേഷം 6 മുതൽ 9 വരെയുള്ള കറുപ്പ് ഫോണ്ടിൽ കൊടുത്തേക്കുന്ന ചോദ്യങ്ങൾ ചാപ്റ്റർ 2 റിസ്ക് എന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങളാണ്. മൂന്നാമത്തെ ചാപ്റ്ററിൽ ഉള്ള ചോദ്യങ്ങൾ നീല കളർ ഫോണ്ടിൽ 10 മുതൽ 13 വരെയുള്ളതാണ്. ചാപ്റ്റർ 4 ഫ്യൂച്ചർ കോൺട്രാക്ട്സ് എന്ന ചാപ്റ്ററിന്റെ ചോദ്യങ്ങൾ 14 മുതൽ 20 വരെയുള്ള ഫോണ്ട് കളർ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഫോണ്ട് കളറിന് അനുപാതമായിട്ട് ഈ സ്ക്രീനിന്റെ ടോപ്പ് റൈറ്റ് കോർണറിൽ ഒരു ലെജൻഡ് കൊടുത്തിട്ടുണ്ട്. ആ കളർ കോഡ് നിങ്ങൾ റെഫർ ചെയ്യുകയാണെങ്കിൽ ഏത് ചാപ്റ്ററിൽ നിന്നാണ് ഈ ചോദ്യം എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യത്തെ ചോദ്യം, explain derivative products, types, economic benefits and limitations. Second question, write a short essay on evolution of derivatives in India. Third question, what are the functions of derivative markets? Fourth question, describe the regulatory landscape governing derivative markets in India. അഞ്ചാമത്തെ ചോദ്യം, what are the techniques used in ascertaining future value of cash flow, present value of annuity and future value of annuity. ഇത്രയുമാണ് ചാപ്റ്റർ 1നെ ബേസ് ചെയ്തിട്ടുള്ള പാർട്ട് ബി ആൻഡ് സി ക്വസ്റ്റ്യൻസ്. അടുത്തത് ചാപ്റ്റർ 2 റിസ്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് 6 to 9. Describe risks associated with currency markets. Next, explain value at risk, its calculations, limitations and applications. Write a short essay on risk perception by investors. It could be either individuals or institutions. And the 9th question, describe risk management using derivatives. For 6 to 9, chapter 2 riskine base ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങളാണ്. Let's move on to chapter 3. 10th question, explain theories used to determine forward prices of foreign currencies. Next question, explain covered arbitrage. After that, what are the types of foreign exchange risks? Question number 13, describe hedging and the types of hedges used in forwards. Question numbers 10 through 13 are pertaining to the chapter or module 3 on forward contracts. We move on to questions on future contracts. Question number 14. Distinguish between futures and forwards. The next one, what are the margin requirements in futures? Describe types of margins. What are the various future payoff methods? Detail on the theories that are used for futures pricing. ഇതിൽ നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തേക്കുന്ന ഡയഗ്രാംസ് തീർച്ചയായിട്ടും നിങ്ങൾ ആഡ് ചെയ്യണം. ഡയഗ്രാംസ് ആഡ് ചെയ്യാണ്ട് എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞാൽ ഉത്തരം പൂർണ്ണമാവില്ല. Question number 17, write an essay on commodity exchanges in India. Describe its functions. Question number 18, what are interest rate futures? How do they work?
and what all are the components? Question number 19, write an essay on hedging of futures. And the last question from chapter 4, what is the role of NSCCL in settlement of future contracts? ക്ലിയറിംഗ് ആൻഡ് സെറ്റിൽമെന്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പാഠഭാഗം നിങ്ങൾ നോക്കുമ്പോൾ ഇത് ഈ ആബ്രീവിയേഷന്റെ എക്സ്പാൻഷൻ എന്താണെന്ന് മനസ്സിലാക്കാനും അവരുടെ റോൾ എന്താണെന്നുള്ളത് വിപുലീകരിച്ചെഴുതാനും സാധിക്കും. അടുത്തത് ചാപ്റ്റർ 5ന്റെ പാർട്ട് ബി ആൻഡ് സി ക്വസ്റ്റ്യൻസ് ആണ്. 21 മുതൽ 29 വരെയുള്ളത്. What are options? What are the various types of options and the key advantages of options? അപ്പോൾ അതിലെ ബെനിഫിറ്റ്സ് ചോദിച്ചു കഴിഞ്ഞാലും അതിൻ്റെ സിഗ്നിഫിക്കൻസ് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് അഡ്വാൻറ്റേജസ് എഴുതാം. 22 എക്സ്പ്ലെയിൻ പേ ഓഫ് ഓപ്ഷൻസ്. പേ ഓഫുമായിട്ട് ബന്ധപ്പെട്ട ഡയഗ്രാംസ് റെലവൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾ പരീക്ഷയ്ക്ക് ഷോർട്ട് എസ്ഐക്ക് ആണെങ്കിലും ലോങ് എസ്ഐക്ക് ആണെങ്കിലും നിർബന്ധമായിട്ട് വരയ്ക്കേണ്ടതാണ്. അതില്ലെങ്കിൽ ഉത്തരം പൂർണ്ണമാവില്ല. 23ാമത്തെ ചോദ്യം പെർട്ടൈനിങ് ടു ചാപ്റ്റർ 5, ഡിസ്ക്രൈബ് സിന്തറ്റിക് ഓപ്ഷൻസ്. 24ാമത്തെ ചോദ്യം വാട്ട് ആർ എക്സോട്ടിക് ഓപ്ഷൻസ്, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്സോട്ടിക് ഓപ്ഷൻസ്. 25ാമത്തെ ചോദ്യം ഡിസ്ക്രൈബ് ഹെഡ്ജിങ് ഇൻ ഓപ്ഷൻസ്. 26 എക്സ്പ്ലെയിൻ സ്പ്രെഡ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ഇൻ ഓപ്ഷൻസ്. 28 വാട്ട് ആർ മോഡൽസ് ഓഫ് ഓപ്ഷൻസ് പ്രൈസിംഗ്. 29 റൈറ്റ് ആൻ എസ്സേ ഓൺ ഓപ്ഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജീസ്. 21 മുതൽ 29 വരെയുള്ളത് 5ാമത്തെ ചാപ്റ്റർ അല്ലെങ്കിൽ മോഡ്യൂൾ ഓപ്ഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്. ഇനിയും അവസാനത്തെ ചാപ്റ്റർ 6 സ്വാപ്സ് ആണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളത് 4 ചോദ്യങ്ങളാണ്. 30ാമത്തെ ചോദ്യം വാട്ട് ആർ സ്വാപ്സ്, എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഫീച്ചേഴ്സ് ആൻഡ് ടൈപ്സ്. 31 വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്സ്. അതേ ചോദ്യത്തിന്റെ 2ാം ഭാഗം എക്സ്പ്ലെയിൻ കറൻസി സ്വാപ്സ് വിത്ത് എ സ്യൂട്ടബിൾ ഡയഗ്രാം. 32 what are the economic advantages of swaps, what are its advantages. And the last question from chapter 6 pertaining to swaps, explain swaptions. അപ്പോൾ swaptions എത്ര തരമുണ്ട്, അതിൻ്റെ ഫങ്ഷൻ, ബെനിഫിറ്റ്സ്, ലിമിറ്റേഷൻസ് ആൻഡ് ആപ്ലിക്കേഷൻസ് എഴുതുമ്പോഴാണ് അത് പൂർണ്ണമാകുക. ഇനിയും പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ക്വസ്റ്റ്യൻ ബാങ്കിൽ ഞാൻ പ്രോബ്ലംസ് കവർ ചെയ്തിട്ടില്ല. പ്രോബ്ലംസ് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കേണ്ടതാണ്. ഇക്ഫാസ്റ്റ് കോളേജിലെ MG യൂണിവേഴ്സിറ്റിയുമായിട്ട് അഫിലിയേറ്റഡുള്ള വിദ്യാർത്ഥികൾ, അവർക്ക് ഞാൻ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്ത് അവരെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങളെല്ലാം തന്നെ മാൻഡേറ്ററി ആയിട്ട് ഞാൻ തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ്. ഈസി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ ഡിറൈവ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുള്ളൂ. ആ ചോദ്യങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക. ഇത്രയും നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് ഡെറിവേറ്റീവ്സ് ആൻഡ് റിസ്ക് മാനേജ്മെന്റിൽ നല്ല മാർക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. അതിൽ 75% ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു. ഇനിയും മറ്റ് യൂണിവേഴ്സിറ്റിയിലെ കാലിക്കറ്റ്, കേരള, അതുപോലെ ഓട്ടോണമിയുള്ള യൂണിവേഴ്സിറ്റികൾ, ഡീംഡ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്കൊക്കെ നിങ്ങളുടെ സിലബസ് അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, പ്രോബ്ലംസ് ഉൾപ്പെടെയുള്ളത് നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് പരീക്ഷയ്ക്ക് വേണ്ടി തരാനായിട്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഈ ക്വസ്റ്റ്യൻ ബാങ്കുമായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ you can call me on my number. Here is my number. And thank you so much. And good luck for your upcoming examination.